രേഖപ്പെടുത്തുന്നു. യഅലം, നീ മനസ്സിലാക്കണം സഹോദര, അന്നഹു യജൂസു വയഹ്സുനു അത്തവസ്സുലു വല്ലിസ്തിഗാസത്തു വത്തശഫഉ ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം ചോദിക്കലും അതേപോലെ അവിടുത്തെ ഇടയാളനാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലും അവിടുത്തെ ശുപാർശ ആവശ്യപ്പെടലുമൊക്കെ അത് നല്ലതും അനുവദനീയവുമായ കാര്യമാണ്. ആ കാര്യം അനുവദനീയവും നല്ലതുമാണെന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്താർക്കും ഇന്നുവരെ തർക്കമുണ്ടായിട്ടില്ല. ഹത്താ ജാ ഇബ്നു തൈമിയ്യ, ഇബ്നു തൈമിയ്യ വരുന്നത് വരെ ആർക്കും തർക്കമുണ്ടായിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചു. അപ്പൊ ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്തൊരാശയമാണ് മഹാന്മാരോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന വാദം. ഇനി അതല്ല, റസൂലുള്ളാഹിയുടെ കാലത്തെ അങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ റസൂലുള്ള പഠിപ്പിച്ച തൗഹീദിൽ അങ്ങനെ ഉള്ളത് എന്ന് മറുഭാഗത്തിന് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ ചോദിക്കുന്നു, മഹാന്മാരുടെ ഖബറിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. അതേ സമയത്ത് അതിനു മുമ്പ് ജീവിച്ച ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഒരു ഉദ്ധരണിയെങ്കിലും ഇസ്തിഗാസ ശിർക്കാണെന്ന വാദത്തിന് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ ഈ വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്തത് കഴിവുകൾ ഭൗതികം അഭൗതികം എന്നിങ്ങനെ രണ്ടാക്കി മാറ്റിയതാണ്. ഈ രണ്ടാക്കി മാറ്റിയതിന് എന്ത് രേഖയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇവിടെ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുക എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? എല്ലാ സഹായവും നിന്നോട് മാത്രമേ തേടൂ എന്നാണ് ബഹുമാനപ്പെട്ട മുഫസ്സിറുകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ വായിക്കാം. ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല വ ഇയ്യാക നസ്തഈനു, ഇയ്യാക നസ്തഈനു എന്ന് പറഞ്ഞാൽ ഖാല അൽ-ലഹാഖു അൻ ഇബ്നു അബ്ബാസിൻ, ഏറ്റവും വലിയ മുഫസ്സിറായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ലഹാഖ് എന്നവർ ഉദ്ധരിച്ചിരിക്കുന്നു, നസ്തഈനു അലാ ത്വാഅതിക വ അലാ ഉമൂരിനാ കുല്ലിഹാ, പടച്ചവനെ നിനക്ക് ആരാധന ചെയ്യാനുള്ള സഹായവും അതേപോലെ ഞങ്ങളുടെ എല്ലാ വിഷയത്തിലുള്ള സഹായവും നിന്നോട് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന വ്യാഖ്യാനമല്ലാതെ അഭൗതികമായ സഹായം നിന്നോട് മാത്രമേ ചോദിക്കൂ എന്ന ഒരു വ്യാഖ്യാനം ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞതായി എൻ്റെ പ്രിയപ്പെട്ട മൗലവിമാരെ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കോ? സാധ്യല്ല. ഭൗതികം അഭൗതികം എന്ന വേർതിരിവ് നിങ്ങളുടെ സ്വന്തം വകയാണ്, അത് മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ല. അപ്പൊ ഞാൻ ചുരുക്കത്തിൽ സൂചിപ്പിക്കുന്നത്, അല്ലാഹു അല്ലാത്ത മഹാന്മാരിൽ നിന്നോ വസ്തുക്കളിൽ നിന്നോ അഭൗതികമായ സഹായം പ്രതീക്ഷിക്കുന്നത് അവർക്കുള്ള പ്രാർത്ഥനയാണ് എന്ന് പറയുന്ന നിങ്ങളുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം ആ തെറ്റ് ചെയ്തു എന്ന് പറയേണ്ടി വരും, യൂസുഫ് നബി അലൈഹിസ്സലാം ആ തെറ്റ് ചെയ്തു എന്ന് പറയേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അത്തരം വിഷയങ്ങളുമായി വന്ന ഒരുപാട് സ്വഹാബികൾക്ക് റസൂലുള്ള അതിന് അംഗീകാരം കൊടുക്കുക വഴി അങ്ങനെ തെറ്റ് ചെയ്തു എന്ന് പറയേണ്ടി വരും. അപ്പൊ മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്തൊരു വാദമാണ് നിങ്ങൾ ആ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇനി പണ്ഡിതന്മാർ വളരെ വ്യക്തമായി എല്ലാവരും രേഖപ്പെടുത്തിയിരിക്കുന്നത് തവസ്സുലും ഇസ്തിഗാസയും തെറ്റായ സംഗതിയല്ല. മറിച്ച് ഇമാം റംലി റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യം, ഇങ്ങനെ തവസ്സുലും ഇസ്തിഗാസയും ചെയ്യാൻ പറ്റുമോ? അവിടുന്ന് പറയുന്നു, വലിർ റുസുലി വൽ അംബിയാ ഇഗാസത്തും ബഅദ മൗതിഹിം, മരിച്ചതിന് ശേഷവും അംബിയാക്കൾക്കും ഔലിയാക്കൾക്കും സഹായിക്കാൻ സാധിക്കും. കാരണം ലഅന്ന മുഅ്ജിസത്തുൽ അംബിയായി വ കറാമാത്തിൽ ഔലിയായി ലാ തൻഖതു ബിമൗതിഹിം, മരണം കൊണ്ട് അംബിയാക്കളുടെ മുഅ്ജിസത്തോ ഔലിയാവിന്റെ കറാമത്തോ മുറിഞ്ഞു പോകുന്നതല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു തന്റെ ഫത്താവയിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചു. അപ്പോ തവസ്സുലും ഇസ്തിഗാസയും തശഫുവും ഒക്കെ അനുവദനീയമാണെന്നും നല്ലതാണെന്നും ധാരാളം ഇമാമിയങ്ങളുടെ ഉദ്ധരണികളുണ്ട്, പലരും അത് ചെയ്തിട്ടുമുണ്ട്. അതേ സമയത്ത് ഇത് തെറ്റാണെന്ന് പറയുന്ന ഒരൊറ്റ ഉദ്ധരണിയും മറുഭാഗത്തിന് ഇബ്നു തൈമിയ്യയുടെ അതല്ലാതെ ഉദ്ധരിക്കാൻ സാധ്യമല്ല. അതുപോലെ നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾ സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്ന മറ്റൊരു വിഡ്ഢിത്തമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയോ മറ്റ് മഹാന്മാരുടെയോ സിയാറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പാടില്ല, അതിൽ പുണ്യമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള യാത്ര കുഫറും ശിർക്കുമാണ്. ചെറിയതൊന്നുമല്ല, ചെറിയ വിധികളൊന്നുമില്ല ഇവർക്ക്, ഒക്കെ ചുരുങ്ങിയത് കുഫറെങ്കിലും അല്ലെങ്കിൽ ശിർക്കെങ്കിലും വരുന്നതല്ലാത്ത യാതൊരു സംഗതിയും നമ്മുടെ മൗലവിമാർക്കില്ല. ഒരൊറ്റ ഉദാഹരണം നിങ്ങൾ നോക്കൂ.
ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഇമാമിയങ്ങളോ പണ്ഡിതന്മാരോ അവരാരും മനസ്സിലാക്കി തരുന്നതിന് വിരുദ്ധമായിട്ട് വളരെ വ്യക്തമായി ഇതാ തൗഹീദ് ഒരു സമഗ്ര വിശകലനം എന്ന ഈ പുസ്തകത്തിൽ അബ്ദുസലാം സുല്ലമി എന്ന് പറയുന്ന മുജാഹിദ് പോലും എഴുതുന്നു, നാഗൂർ നമ്മുടെ പുണ്യസ്ഥലമാണ് എന്നൊരു ജൽപ്പനം നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ഇവിടേക്കും അജ്മീറിലേക്കും മറ്റു മക്ബറകളിലേക്കും യാത്ര പുറപ്പെടൽ പുണ്യയാത്രയാണെന്ന് വിചാരിച്ചുകൊണ്ട് ശിർക്കും കുഫറുമാണ്. മദീനത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ സിയാറത്ത് ചെയ്യൽ പുണ്യമാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയാൽ അത് ശിർക്ക്. അതേപോലെ നാഗൂരിലേക്കോ ഏർവാടിയിലേക്കോ അജ്മീറിലേക്കോ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര പോയാൽ അത് ശിർക്ക് എന്ന് വളരെ വ്യക്തമായി ഇദ്ദേഹം തൗഹീദ് ഒരു സമഗ്ര വിശകലനം എന്ന പുസ്തകത്തിന്റെ 332-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു. എന്നാൽ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, വളരെ വിനയത്തിന്റെ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത് അത് മൗലവിമാരുടെ ഏറ്റവും അബദ്ധജടിലമായ ഒരു വാദഗതിയാവുന്നു. അതിനവർ സാധാരണ തെളിവായി ഉന്നയിക്കാറുള്ളത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസാണ്. ലാ തശുദ്ദുർ റിഹാല ഇല്ലാ ഇലാ സലാസതി മസാജിദ, 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ വാഹനം കെട്ടിപ്പോകരുത് എന്ന് പറയുന്ന ഒരു ഹദീസ്. വാസ്തവത്തിൽ ആ ഹദീസിലെ വിഷയം സിയാറത്തിന് പോകുന്നതുമായി യാതൊരു ബന്ധവുമില്ല. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് 3 പള്ളികൾ, മക്കത്തെ മസ്ജിദുൽ ഹറാം, മദീനത്തെ മസ്ജിദുൻ നബവി, ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ഈ 3 പള്ളികൾ മറ്റു പള്ളികളെക്കാൾ സ്ഥാനം കൂടുതലുള്ള പള്ളികളാണ്. ഈ 3 പള്ളികളിൽ പുണ്യം കൂടുതൽ കിട്ടുമെന്ന നിലക്ക് നിസ്കരിക്കാൻ പോകാൻ ബാക്കി ലോകത്തിന്റെ ഏത് മൂലയിലുള്ള പള്ളിയും ഒരേപോലെ സമമാണ് എന്നതാകുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് പറഞ്ഞത്. അതിനും സിയാറത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതേ സമയത്ത് മൗലവിമാര് ആ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പുണ്യം ഉദ്ദേശിച്ചു പോകൽ ശിർക്കാണെന്നും കുഫറാണെന്നും രേഖപ്പെടുത്തുന്നു. എന്നാൽ ഇവരുടെ ഈ കുഫറിന്റെ വകുപ്പിൽ വരുന്നത് ആരൊക്കെയാണെന്നറിയുമോ പ്രിയമുള്ളവരെ? ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു. നമുക്കറിയാം, കേരളത്തിൽ എന്നല്ല ലോകത്ത് തന്നെയുള്ള സകല ആളുകളും ബിദഈ ചിന്താഗതിക്കാർ പോലും വളരെ ബഹുമാനത്തോടുകൂടെ കാണുന്നു എന്ന് അവകാശപ്പെടുന്നയാളാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ആ നവവി ഇമാം റളിയല്ലാഹു അൻഹു തന്റെ ഈലാഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു. ഖാലൻ നവവിയു ഫിൽ ഈലാഹി, ഈലാഹ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദൻ സറഫൽ ഹുജ്ജാജു വൽ മുഅ്തമിറൂന മിൻ മക്കത, മക്കയിൽ നിന്ന് ഹാജിമാരും ഉംറ നിർവഹിച്ചവരും അവിടെ നിന്ന് യാത്ര മതിയാക്കിയാൽ ഫല്യതവജ്ജഹു ഇലാ മദീനത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അവർ മദീനയിലേക്ക് പുറപ്പെടണം. എന്തിനു വേണ്ടി? ലിസിയാറത്തി തുർബത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന അനുഗ്രഹീതമായ ആ മണ്ണ് സന്ദർശിക്കുന്നതിനു വേണ്ടി, റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യുന്നതിനു വേണ്ടി പുറപ്പെടണം. കാരണം ഫഇന്നഹ, ആ മദീനത്ത് സിയാറത്ത് ഉദ്ദേശിച്ചു പോവുക എന്നത് മിൻ അഹമ്മിൽ ഖുർബാത്തി, ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യങ്ങളിൽ വരുന്നതാണ്. വഅൻജഹിൽ മസായി, മനുഷ്യൻ അധ്വാനിക്കുന്ന അധ്വാനങ്ങളിൽ ഏറ്റവും ഫലവത്തായ കാര്യങ്ങളിൽ പെട്ടതുമാണ് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച ഇമാം നവവി റളിയല്ലാഹു അൻഹു ലാ തശുദ്ദുർ റിഹാല ഇല്ലാ ഇലാ സലാസതി മസാജിദ എന്ന ഹദീസ് ഈ മൗലവിമാരെക്കാൾ എത്രയോ തവണ കണ്ടയാളാണ്. അത് ആ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് മദീനത്തേക്കായാലും മറ്റു സ്ഥലങ്ങളിലേക്കായാലും സിയാറത്ത് കുഫറും ശിർക്കുമാണ്